ആയിഷ സുൽത്താനയാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആയിഷ സുൽത്താനയാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്തിനാണ് ഇവരെ നിൽക്കുന്നതെന്നറിയോ? ഈ കാണുന്ന സ്കൂൾ ഇതൊരു പുതിയ സ്കൂളാണ്. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഇത് പുത്തൻ സ്കൂളാണ്. അപ്പൊ ഈ സ്കൂള് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല MP ലാഡ് ഫണ്ടിന്ന് പണിതതാണ് ആ കാണുന്ന ബിൽഡിംഗ്. അപ്പൊ MP ലാഡ് ഫണ്ടിന്ന് പണിത ഈ ബിൽഡിംഗ് പോലും പൊളിച്ചു കളയാനാണ് ഇന്നിപ്പോ ഗവൺമെന്റിന്റെ ഓർഡർ ഇട്ടിരിക്കുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കാലപ്പഴക്കം ചെന്നു. ഈ ബിൽഡിംഗ് ഒരു കാലപ്പഴക്കമില്ലാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ആ ഓടിട്ടിരിക്കുന്ന പോർഷനാണ് കാലപ്പഴക്കം ഉള്ളത്. അത് പൊളിച്ചു കളയുന്നതിനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. ഈ നാട്ടുകാരെല്ലാവർക്കും ആ ചെറിയ ആ ഓടിട്ട ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞ് അവിടെ വേറെ ബിൽഡിംഗ് വരുന്നത് കൊണ്ട് ആർക്കും ഒരു തരത്തിലും ഇവർക്കാർക്കും അതിനൊരു പരാതിയില്ല. അത് ചെയ്തോട്ടെ. പക്ഷെ ഈ പുതിയ ബിൽഡിംഗ് എന്തുകൊണ്ട് പൊളിക്കുന്നു? ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒക്കെ വേറെ അങ്ങ് ദൂരെ 4 കിലോമീറ്റർ ദൂരേക്കുള്ള സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ അനീതിയല്ലേ? അത് ക്ലാസ് റൂമുകൾ പൊളിച്ചു കളയുക, ഇതൊക്കെ വളരെ അനീതിയാണ് ചെയ്തിരിക്കുന്നത്. നോക്ക്, ഇത്രയും പേരിപ്പോ നിന്ന് ഇതിന് സമരം, ഇവരുടെ കുട്ടികളെയാണ് ഇന്നിപ്പോ അപ്പുറത്ത് ആ 4 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ പ്രശ്നം, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇവിടെ പ്രശ്നങ്ങളില്ലാന്ന് ആരെങ്കിലും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഇന്നും ഈ പ്രശ്നത്തിന്റെ പുറകിലാണ് ഇന്ന് ഇത്രയും പേര് നിൽക്കുന്നത്. 53 ദിവസമായത്. അവരോട് ചോദിച്ചാൽ ചെറുകുട്ടികൾ, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് പഠിക്കുന്ന പ്രീ പ്രൈമറി കുട്ടികൾക്ക് കോടതി വിധി NCERT നിയമപ്രകാരം 1.5 കിലോമീറ്ററിനുള്ളിൽ ഒരു വിദ്യാലയം ഉണ്ടാവേണ്ട സ്ഥലത്ത് ഇപ്പോൾ 4 കിലോമീറ്റർ ദൂരത്തിലോട്ട് ഞങ്ങൾ നിർബന്ധിതമായിട്ട് ഒരു SMCയോടോ രക്ഷിതാകർത്താക്കളോടോ PTA ഒന്നിനോടോ, അതായത് പ്രിൻസിപ്പാളിനോട് പോലും ചോദിക്കാതെയാണ് ഈ ഓർഡർ ഇറക്കിയത്. ഒന്നും പഠിക്കാതെ ഒരു ബേസിക് ഇതുപോലും ഇല്ലാതെയാണ് ഈ നിയമം ഇറക്കിക്കൊണ്ട് ഞങ്ങളെ ഇതിലോട്ട് വലിച്ചത്. ഇപ്പൊ 53 ദിവസമായി ഞങ്ങൾ ഈ തെരുവിലാണ് ഇതേപോലെ സമരം ചെയ്തു. കുട്ടികൾ സ്കൂളിൽ പോവാതെ, സ്കൂളിൽ പഠിക്കാൻ പറ്റാതെ ഇവരെല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. 53 ദിവസമായിട്ടും കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് ഒരു പിഞ്ചു കുട്ടിയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്രയോ കുട്ടികൾ, 250 കുട്ടികളോളം മേലെയില്ലേ ഇപ്പോ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നത്.